ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാൻഡ്രയുടെ ബ്രഷ് എടുത്ത് അവിടെയുള്ള ഹൗസ്മേറ്റ്സിൽ ഒരാൾ അത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ ഇട്ടിരിക്കുകയാണ്. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വലിയൊരു ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൗസ്മേറ്റ്സിൻ്റെ പല സാധനങ്ങളും അവിടെ മോഷണം പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ബിഗ് ബോസിനോട് അവർ റിക്വസ്റ്റ് ചെയ്തു, ഇതെല്ലാം ആരാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഉടൻ തന്നെ കാണിച്ചു തരണമെന്ന്. സാൻഡ്ര ബെഡ്റൂമിൽ വെച്ചിരുന്ന സിബ്ലോക്ക് ഇട്ട ബാഗിൽ നിന്നാണ് ബ്രഷ് കാണാതെ പോയിരിക്കുന്നത്. അത് ആരാണ് ഫ്ലഷ് ടാങ്കിൽ ഇട്ടിരിക്കുന്നത് ഉടൻ തന്നെ കണ്ടുപിടിച്ച് ബിഗ് ബോസ് പറഞ്ഞു തരണമെന്നാണ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇഷ്യൂ എല്ലാം ശബരിക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ശബരി രാത്രിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശബരി പറയുന്നത് ഇങ്ങനെയാണ്, സാൻഡ്രയും ദിവ്യയും ചേർന്ന് ഒരു പ്രാങ്ക് നടത്തുകയാണ് എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം സാൻഡ്ര ആ വേസ്റ്റിന്റെ കവറിൽ എന്തോ ഇടുന്നതും ദിവ്യ അത് കെട്ടിവെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ശബരി പറയുന്നത്. ഇത് കേട്ടതോടുകൂടി സാൻഡ്ര വയലന്റ് ആവുകയായിരുന്നു. നീ എന്താണ് പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്റെ ബ്രഷ് ഞാൻ തന്നെ കുപ്പത്തൊട്ടിയിലിട്ട് പ്രാങ്ക് കളിക്കുകയാണെന്നാണോ പറയുന്നത്? ബിഗ് ബോസ് എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ എല്ലാവരെയും പ്രാങ്ക് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ വേറെ ആരെയും പ്രാങ്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ പ്രാങ്ക് വേറെ ആരെങ്കിലും ചെയ്യുമോ? സ്വന്തം ബ്രഷ് എടുത്ത് ഫ്ലഷ് ടാങ്കിലിടുക, എന്താണ് ശബരി നീ ഈ പറയുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാൻഡ്ര കത്തിക്കയറുകയായിരുന്നു. സാൻഡ്ര പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഒരു തവണ പ്രാങ്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ആളുകളുടെയും സാധനങ്ങൾ മോഷണം പോകുന്നതെല്ലാം ഞാൻ പ്രാങ്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്കാണ് ശബരി എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവൻ എന്നെ അങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശബരി എന്തുകൊണ്ടാണ് ഹൗസ്മേറ്റ്സിനോട് സാൻഡ്രയുടെ ബ്രഷ് എങ്ങനെയാണ് ബാത്റൂമിലെത്തിയത് എന്ന് ചോദിക്കാത്തത്? അല്ലെങ്കിൽ ആരാണ് അത് എടുത്തുകൊണ്ടുപോയത് എന്ന് ചോദിക്കാത്തത്? ഇതെല്ലാമായിരുന്നു സാൻഡ്രയ്ക്ക് കൂടുതൽ ദേഷ്യം വരുവാനുള്ള കാരണം. സാൻഡ്ര പറയുന്നത് ശബരി ഈ ഇഷ്യൂ സാൻഡ്രയുടെയും ദിവ്യയുടെയും മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ്. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്? അവൻ എന്തോ ഭയക്കുന്നുണ്ട്. പലതവണയായി പല കാര്യങ്ങളാണ് അവൻ മാറ്റി പറയുന്നത്. എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ് അവനിൽ നിന്ന് മനസ്സിലാകുന്നത്. ദിവ്യയെയും കള്ളിയാക്കാൻ ശ്രമിച്ചതിൽ ദിവ്യ ഒരുപാട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ശബരിയുമായി. സാൻഡ്രയെ കൺവിൻസ് ചെയ്യുവാൻ വേണ്ടി ശബരി ഒരുപാട് കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ സാൻഡ്രയുടെയും ദിവ്യയുടെയും പ്രജിന്റെയും പല കാര്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശബരിക്ക് ആയില്ല. ശബരിയുടെ സംസാരത്തിൽ തന്നെ എന്തോ ഒരു പതർച്ച കാണുന്നുണ്ടായിരുന്നു. നാളെ ബിഗ് ബോസ് ആരാണ് ഇത് എടുത്തുകൊണ്ടുപോയത് എന്നുള്ള വീഡിയോ കാണുന്നത് വരെ ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വീണ്ടും വീണ്ടും ശബരി സാൻഡ്രയോട് സംസാരിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പിന്നെ സാൻഡ്രയുടെ പിടിവിടുകയായിരുന്നു. സാൻഡ്ര പൊട്ടിത്തെറിച്ച് കരയുകയായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, ഞാൻ പെണ്ണാണെന്നൊന്നും നീ നോക്കണ്ട, ഞാൻ നിന്ന് പോരാടും എന്ന് പറഞ്ഞു. കൂടാതെ നീ ഒരു ആണാണെങ്കിൽ എന്നോട് സംസാരിക്കുക, എൻ്റെ കൂടെയും ആണുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു ആണാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാരുതി കോർണറിലേക്ക് പോയിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. എന്നിട്ട് സ്വയം തന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു സാൻഡ്ര ഡോണ്ട് ക്രൈ എന്ന് പറഞ്ഞുകൊണ്ട്. സാൻഡ്ര ദേഷ്യത്തോടെ കരഞ്ഞു പോകുന്നത് കണ്ടിട്ട് പ്രജിന്റെ പിടിയും വിട്ടു. ഇത് കണ്ടപ്പോൾ ശബരി ആകെ ടെൻഷനായി. ശബരി കരഞ്ഞില്ലെന്ന് പറയാം, ശബരിക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ പതറി നിൽക്കുകയായിരുന്നു. പ്രജിൻ ശബരിയോട് പറഞ്ഞു, നാളെ ബിഗ് ബോസ് വീഡിയോ ഇട്ട് തെളിയിക്കുമ്പോൾ ദിവ്യയും സാൻഡ്രയുമല്ല ഇതിനുള്ള കാരണക്കാർ എന്നുള്ളത് അറിയുകയാണെങ്കിൽ നീ ഇവിടെ നിന്ന് പുറത്തു പോകാൻ തയ്യാറാണോ എന്നായിരുന്നു പ്രജിൻ ശബരിയോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഈ പറഞ്ഞ അലിഗേഷൻസിനെല്ലാം ഞാൻ എന്താണ് നിന്നെ ചെയ്യേണ്ടത് എന്നായിരുന്നു പ്രജിൻ ചോദിക്കുന്നത്. സാൻഡ്ര കരഞ്ഞപ്പോൾ പ്രജിനും വളരെ ദേഷ്യത്തിലായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട, നീ എന്തായാലും രണ്ടുപേരുടെ നേരെ അക്യൂസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ എന്താണെന്നുള്ളത് ബിഗ് ബോസ് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുറെ സമയമായി ലൈവിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഹൗസ്മേറ്റ്സ് പറയുന്നത് സാൻഡ്രയോടുള്ള ദേഷ്യം കൊണ്ട് ആരെങ്കിലും ഫ്ലഷ് ടാങ്കിൽ കൊണ്ടുപോയി ഇട്ടതായിരിക്കും. അത് അങ്ങനെ കണ്ടതുകൊണ്ട് ഭാഗ്യം. ഇനി അത് വെച്ച് ടോയ്ലറ്റെല്ലാം കഴുകിയതിനു ശേഷം തിരിച്ചു കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ സാൻഡ്ര പിറ്റേ ദിവസം അതുമായിട്ടല്ല പല്ല് തേക്കുക. ആരാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നാണ് ഹൗസ്മേറ്റ്സ് പറയുന്നത്. ശബരി വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് കുറച്ച് ഹൗസ്മേറ്റ്സ് ശബരിയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, അവരെല്ലാവരും ഇപ്പോൾ വന്ന ആളുകളല്ലേ, നിന്നെ ഞങ്ങൾക്കറിയാം, നീ എന്താണ് പറയാൻ ശ്രമിച്ചത് എന്നും ഞങ്ങൾക്കറിയാം. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? അവർ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിയേണ്ട ആവശ്യമില്ല എന്നാണ് ഹൗസ്മേറ്റ്സ് പറയുന്നത്. ഇപ്പോൾ രണ്ടുപേരും രണ്ടു ഭാഗത്തിരുന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ബിഗ് ബോസ് തമിഴ് സീസൺ 9 അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.